ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അവലബട്ട പീക്ക് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂരിൽ തന്നെ ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ് ഈ ഒരു അവലബട്ട പീക്ക് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 95 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് ഈ അവലബട്ട പീക്ക്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങളിരുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അവലബട്ട പീക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഹൗ മച്ച് കിലോമീറ്റേഴ്സ് ബ്രോ? 100 കിലോമീറ്റേഴ്സ് റൈറ്റ്. 2 hours ജേർണിയാണ്. ഞങ്ങൾ 3 ബൈക്കിലാണ് പോണത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഞങ്ങൾക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ബ്രോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹൈദരാബാദ് ഹൈവേസിൽ നിന്ന് നമ്മളൊരു ഡൈവേർഷൻ എടുത്തിട്ട് ഒരു 3-4 കിലോമീറ്റേഴ്സ് വന്നു. ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഹിൽസ് കയറാമെന്ന് പറഞ്ഞിട്ടാണ്. Bro, how was the ride? Awesome, so how was it for you? Yeah, it was good. Yeah. Climate is also like in between rain also came, na? It is going to prolong. I thought to stop. We carried some rain gear also. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇതപ്പോൾ ഇവിടെ മേലെ തന്നെ നമ്മൾക്ക് ഒരു ഹിൽ ടോപ്പിലൊരു ടെമ്പിൾ ഉണ്ട്, ലക്ഷ്മി നരസിംഹ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈക്ക് പാർക്കിംഗ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 50 സ്റ്റെപ്സിൻ്റെ അടുത്തുണ്ട്. ആ ഒരു ഇപ്പോൾ നമ്മൾ മേലെ പോയിട്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമൊക്കെ വരികയാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇൻഫാക്ട് നമ്മളല്ലാതെ വേറെ ആരും കണ്ടില്ല. 2-3 കാർ നിൽക്കുന്നുണ്ട്, അതിനാണ് വേറെ ആരും ഇല്ല. അത് നല്ലൊരു ഇപ്പോൾ തന്നെ ഒരു ഹിൽ ടോപ്പ് എത്തിയ പോലെ തന്നെ ഉണ്ട് അല്ലേ? എന്തായാലും മേലെയും പോയി നോക്കാം. ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകണ ഒരു വഴി. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഫുൾ ഫോഗാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വ്യൂ പോയിന്റിൽ തന്നെ ഫുൾ ഫോഗാണ് നമ്മൾക്ക്.
അപ്പോൾ ഞങ്ങൾ ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. അവലബട്ട പീക്കിൽ തന്നെ ഈ ഒരു വ്യൂ പോയിൻ്റാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നത്. ഞങ്ങൾക്ക് ഇനി ഫുൾ ക്രൗഡഡും ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് വരണം. ഈ ഒരു പ്ലേസൊക്കെ ഇരിക്കണമെങ്കിൽ കുറച്ച് സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കണം. ഞങ്ങൾ തന്നെ ആ ഒരു കോർണറൊന്നും പോകാണ്ട് ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. നോക്കി വരിക, ഇവിടെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കുക. ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എന്തായാലും നോക്കണം ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ. നല്ല വ്യൂ ആണ്, ചുറ്റും കാണാൻ ഫുള്ളൊരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഹിൽ സ്റ്റേഷനും പിന്നെ നമുക്ക് ഒരു ഈ അവലബട്ട ആ ഒരു ടൗൺ ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ ഫോഗാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. അതാണ് ആ ഒരു അവലബട്ട പീക്കിൻ്റെ വ്യൂ പോയിന്റ്. അവിടെ നിന്നാണ് ഫുൾ ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കാറ്. നമ്മൾ ആ ഒരു പോയിന്റ് അത്രയൊക്കെ പോയില്ല, നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ഇരുന്ന് ഫോട്ടോ എടുത്തു നമ്മൾ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇനിയൊരു ടെമ്പിൾ നമുക്ക് ഇവിടെ ഒരു ടോപ്പിൽ തന്നെയാണ് ഇനിയൊരു ടെമ്പിൾ ഉള്ളത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ഇവിടെയൊക്കെ വരിക അല്ലേ, അത് നോക്കിയിട്ട് വരണം. ബി കെയർഫുൾ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് താഴെ പോവാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ രാവിലെ നേരത്തേക്ക് വരികയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴെ പോവാണ്. താഴെ പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ചെറിയൊരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലോക്കൽ പ്ലേസ് ഉണ്ട്, അവിടെയും പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നിന്നൊരു 1 hour ഡ്രൈവ് വിജയപുരൻ്റെ അടുത്ത ഏരിയയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ വിജയപുരയിലുള്ള നാനി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഷോപ്പിലേക്ക് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് പോയി നോക്കാൻ വേണ്ടിയിട്ട്. പോയ പ്രാവശ്യം ദുർബലപുര വന്നപ്പോഴും ഞങ്ങൾ ഇതുപോലെ ഒരു ലോക്കൽ ഡെലിക്കസി കഴിക്കാൻ പോയി. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതും പോയി നോക്കാം ഞങ്ങൾക്ക്. ഇതാണ് ഒരു ചെറിയ ഹോട്ടലാണ്, നാനി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുണ്ട് നോക്കാം. നമ്മൾക്കൂടെ വരണമെങ്കിൽ റൈസ് ബാത്ത് ഉണ്ടാവും, കേസർ ബാത്ത്, പിന്നെ ഇഡ്ഡലി വട, ദോശയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, മസാല ദോശ, ഇഡ്ഡലി വട, പിന്നെ റൈസ് ബാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കേസർ ബാത്തൊക്കെ എടുത്തിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ്. റൈസ് ബാത്ത് വന്നിട്ട് റൈസും ദോശൻ്റെ മേലെ റൈസാണ് വരുന്നത്. ദാറ്റ്സ് ലിറ്റിൽ ഡിഫറെൻറ്റ് റൈറ്റ് ലൈക്ക് ദിസ്. എങ്ങനെയുണ്ട് ദോശ? മസാല പ്ലെയിൻ ദോശ റൈസ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത മസാല ദോശയും വന്നു. Nice trip, bro. It's one day trek kind of thing, right? Trek and To get wind on the face, in the bed. yeah. Nice place, nice place. Yeah. That too, like that viewpoint was good, right? Literally, the breakfast also was amazing. So, first step done, bro. Like ours. Next Our is like long planned bike ride started now. okay. We'll go for some other trips also. So that's Done. Done. Thank you for joining us at 4 a.m. sure. Thanks, bro. As usually start around that time. Oh, okay. Next trip also we'll start at the same time then. If it is longer distance, Yeah. where you have to go and halt, we start around 5:30. Okay. Yeah. Chalo. Okay then. Bye. Bye. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റെത്തി. നല്ലൊരു അടിപൊളി 1 day ബൈക്ക് റൈഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവനബട്ട ഹിൽസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പോകണമല്ലോ, ഫാമിലി ആയിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെമ്പിളും അതേപോലെ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിന് ഞങ്ങൾ കാണിച്ച പോലെ നാനി ഹോട്ടൽ, അതും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചേക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ലൊക്കേഷൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്. ബൈ.